വെള്ളം വേണമെങ്കിൽ കുടിക്കാം, ഭക്ഷണം വേണമെങ്കിൽ കഴിക്കാം. ബോഡി പറയാണ് ഭക്ഷണം വേണ്ട. രോഗകാലത്ത് ബോഡി പറയുന്നത് ഭക്ഷണം വേണ്ടെന്നാണ്. എന്നിട്ട് നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുക, വേണ്ട. വെള്ളം ഇപ്പം ചില ഡോക്ടർമാർ ഉപദേശിക്കും, 5 ലിറ്റർ വെള്ളം കുടിക്കണം. 5 ലിറ്റർ വെള്ളം ഈ ഭൂമിയിൽ എല്ലാവരും കുടിച്ചാൽ എന്താ അവസ്ഥ? എല്ലാ ബോഡി ഒരുപോലെ. ഇവരെ കിഡ്നി അടിച്ചു പോകാൻ അത് മാത്രം മതിയോ? എല്ലാ ജീവിക്കും പനിയുണ്ട്. ആരെ പാരസെറ്റമോൾ കുടിക്കണം? മനുഷ്യനല്ലാതെ. ആനക്കില്ലേ? പറയടൂ, നിങ്ങൾ ഇവിടുന്ന് കാട്ടിലുള്ള ആനക്ക് പാരസെറ്റമോൾ കയറ്റി വിടലുണ്ടോ? കഴിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. കഴിച്ചാലേ പ്രശ്നം. ഞാൻ ഇന്നലെ അവസാനമായി ഭക്ഷണം കഴിക്കുന്നത് ഒരു 11:30 മണിക്ക്. സൈനുമില്ല ഇവിടെ എൻ്റെ കൂടെ. ഇവിടുന്ന് 11 മണിക്ക് ഭക്ഷണം കഴിച്ചു. ക്ലാസ് കഴിഞ്ഞ് കുറച്ച് ആളുകൾ അവരെ കണ്ട് പിന്നെ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ല. എന്നിട്ട് എന്താ പറ്റി? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഏഷ്യക്കാർ ഇഞ്ചക്ഷൻ വെക്കാൻ തുടങ്ങിയത്, ഗുളിക കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആദം ഇഞ്ചക്ഷൻ ഇല്ല. എത്ര കാലമാണ് ആദം ജീവിച്ചത്? 1000 വർഷം. അപ്പോൾ ഇന്നിപ്പോൾ 8ഉം 10ഉം ഗുളിക കുടിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? കാരണം എന്താ? നമ്മൾ കാട്ടിക്കൂട്ടിയ തോന്നിയാസം. ഇത് നമ്മൾ ചതിയിൽ പെട്ടുപോയതാ. ചേന, ചേമ്പ്, താള്, മുരിങ്ങ, മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഇതിപ്പോൾ നമ്മളെ നാട്ടിലെ ഭക്ഷണം. ഹംബർഗർ, ഹോട്ട് ഡോഗ്, യൂറോപ്പിൻ്റെ ഭക്ഷണം. അത് നമ്മൾ കഴിക്കരുത്, നമുക്ക് ദോഷമാണ്. യൂറോപ്പിൽ വളരെ ബുദ്ധിമുട്ടി നമ്മുടെ ഒരു ആശുപത്രി അത്യാവശ്യ ഘട്ടത്തിൽ ചെന്നാൽ പോലും പരമാവധി അവർ ഒരു ഗുളിക തരൂല. അല്ല, അങ്ങനെയല്ലേ പറഞ്ഞ്? പരമാവധി ആഹാരമാണ് ഔഷധം എന്ന് നമ്മൾ പഠിക്കണം. ഇത് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു ഔഷധത്തിൻ്റെ ആവശ്യം മനുഷ്യന് ഉണ്ടാകൂല. ആഹാരമാണ് മനുഷ്യൻ്റെ ഔഷധം. ഞാൻ വാദം, പിത്തം, കഫം ഇതാണ് ത്രിദോഷങ്ങളുടെ അടിസ്ഥാനങ്ങൾ എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആഹാരം കൃത്യമാകുമ്പോൾ അത് പ്രകോപിതമാകാതെ നിൽക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യനൊരു സന്തുലിതാവസ്ഥ അവൻ്റെ ശരീരക്രമത്തിലുണ്ടാവും, രോഗമുണ്ടാവില്ല. അവൻ്റെ രക്തം കൃത്യമായി പമ്പ് ചെയ്യപ്പെടും, രക്തം ദുഷിക്കൂല, രക്തത്തിന് അമിതമായ സമ്മർദ്ദം ഉണ്ടാവില്ല, ദോഷപ്പെട്ട ഭാഗങ്ങൾ, മോശപ്പെട്ട ഭാഗങ്ങൾ രക്തത്തിൽ അടിഞ്ഞുകൂടൂല. അങ്ങനെ അതെല്ലാം കൃത്യമായി നിൽക്കുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രക്തം ദുഷിക്കാത്ത കാലത്തോളം, വാതപിത്ത കഫങ്ങൾ കോപിക്കാത്ത കാലത്തോളം മനുഷ്യന് അങ്ങനെ സന്തോഷകരമായി പടച്ച തമ്പുരാൻ നിശ്ചയിച്ച ഒരായുസ് വരെ അങ്ങനെ ഭംഗിയായി ജീവിക്കാൻ കഴിയും. അതിൽ കാലദേശ വ്യത്യാസങ്ങളൊന്നുമില്ല. 63ാമത്തെ വയസ്സിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഡോക്ടർമാരുടെ ഡോക്ടറായ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ മരിക്കുന്ന നേരത്ത് അവർക്കാകെ 18 മുടിയാണ് നരച്ചിട്ടുള്ളത്. 18 മുടി നരച്ചതാണ്. അത്രയേ ഉള്ളൂ. 63ാമത്തെ വയസ്സ്. അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞത് ഷയ്യബത്തിന് ഹൂഡ് എന്ന അധ്യായം, ഖുർആനിൽ ഹൂഡ് എന്ന അധ്യായം വന്നപ്പോൾ അതിലുള്ള ചില ഗൗരവമായ താക്കീതുകൾ എന്നെ നിരപ്പിച്ച് കളഞ്ഞു എന്നാണ്. അതായത് എന്തല്ല, ആരോഗ്യ പ്രശ്നമല്ല. 63ാമത്തെ വയസ്സ് മരിക്കുന്ന സമയത്ത് വലിയൊരു പാഠമാണ്. അത് ഞാൻ അവരെ ഉദാഹരിക്കാൻ കാരണം ഇതിപ്പോൾ എല്ലാവരും കേൾക്കേണ്ട പ്രഭാഷണമാണ്. ഇതിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി വ്യത്യാസങ്ങളൊന്നുമില്ല. അതാരെ നമ്മൾ വലിയ വലിയ മനുഷ്യർ ആദ്യം അവരുടെ ആഹാരമാണ് ക്രമപ്പെടുത്തുക. ആഹാരം ക്രമപ്പെടുത്തിയാൽ പിന്നെ വേറൊരു ഔഷധത്തിൻ്റെ ആവശ്യമില്ല. ആഹാരം ക്രമപ്പെടുത്താതെ ഔഷധം കഴിച്ചിട്ട് കാര്യവും ഇല്ല. അപ്പം അത് വളരെ കൃത്യമാക്കി നമ്മൾ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് മതി. വളരെ എവിടെയെങ്കിലും കമ്മി വന്നാൽ ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും കമ്മി വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം. ആരോഗ്യത്തെ നമ്മൾ കൊണ്ട് തന്നെ കൃത്യമാക്കി കൊണ്ടുവരണം. ഞാനൊരു ഒരു ഉപായം അവസാന ഭാഗത്ത് പറയാം. ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ലാസ്റ്റ് ചോദിക്കണം. ഭക്ഷണത്തിൻ്റെ ക്രമത്തിൽ അപകടം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉപായമുണ്ട്. ഞാനൊരു ഉപായം പറഞ്ഞു തരാം. ഞാൻ
ചെയ്യുന്നൊരു ഉപായം ഉണ്ട്. അത് ഞാൻ മറന്നില്ലെങ്കിൽ ഞാൻ പറയും, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണമാണ് ആരോഗ്യം എന്നത് ആരോഗ്യ സംഹിതകളുടെ അടിസ്ഥാനമായിട്ടാണ് ആയുർവേദം അത് പറയുന്നത്. ത്രയോപസ്തംഭങ്ങൾ എന്ന മനുഷ്യൻ്റെ ബോഡിയെ നിലനിർത്തുന്ന 3 പ്രധാനപ്പെട്ട തൂണുകളിൽ ഒന്നാമത്തെ തൂണ് ആഹാരമാണെന്ന് കാശ്യപ സംഹിതയിൽ പറയുന്നുണ്ട്. ആഹാരസംഭവം വസ്തു രോഗാശ്ചാഹാര സംഭവാഹ വിശേഷതശ്ച സദൃശ്യോഹ ശുഭാശുഭ വിശേഷിത. ചരകസംഹിതയിൽ നിന്നാണ് വായിച്ചത്. 28-ാം ഖണ്ഡം 45-ാം ശ്ലോകം. ചരകനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ചരകനും ശുശ്രുതനും കഴിഞ്ഞാൽ വാഗ്ഭടനാണ് ആരോഗ്യത്തിൻ്റെ ത്രിമൂർത്തികളിൽ പ്രധാനി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നമ്മൾ നേരത്തെ വാഗ്ഭട സ്വാമികളുടെ അഷ്ടാംഗ ഹൃദയം വായിച്ചത്. അപ്പം ചരകസംഹിതയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം ത്രയോപസ്തംഭങ്ങൾ, മനുഷ്യനെ നിലനിർത്തുന്ന 3 അടിസ്ഥാന തൂണുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തൂണ് എന്ന് പറയുന്നത് ആഹാരമാണ്. ആഹാരസംഭവം വസ്തു രോഗാശ്ചാഹാര സംഭവാഹ വിശേഷതശ്ച സദൃശോഹ ശുഭാശുഭ വിശേഷിത. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ശരീരവും ആരോഗ്യവും നിലനിൽക്കുന്നത് ആഹാരത്തിൽ നിന്നാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം എന്നിവ നിലനിർത്തുന്നത് ആഹാരസംഭവം വസ്തു രോഗാശ്ചാഹാര സംഭവ. നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരം അത് നിലനിൽക്കുന്നത് അടിസ്ഥാനപരമായി ആഹാരത്തെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ്. വിശേഷതശ്ച സദൃശോഹ ശുഭാശുഭ വിശേഷിത. തെറ്റായ ശരിയായ ആഹാര രീതികളിൽ നിന്ന് ശരിയായ ആരോഗ്യമുണ്ടാവും. തെറ്റായ ആഹാര രീതികളിൽ നിന്ന് മനുഷ്യൻ്റെ ആരോഗ്യം ക്ഷയിക്കും. അപ്പോൾ മനുഷ്യൻ്റെ ആരോഗ്യം ക്ഷയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇത് വളരെ പ്രധാനമായി മനസ്സിലാക്കണം. ഞാൻ ചരകസംഹിതയിൽ നിന്നാണ് വായിച്ചത്. ചരകൻ ഒരു വലിയ ആളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നബിയാണെന്ന് പോലും ആവാൻ വളരെയേറെ സാധ്യതയുള്ളൊരു വ്യക്തിയാണെന്ന് പല 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 തവണയും എൻ്റെ പ്രഭാഷണങ്ങൾക്കിടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചരകനെക്കുറിച്ച്. ചരകസൂത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ചരകൻ നബി അല്ലെങ്കിൽ വലിയെങ്കിലും. എന്തുകൊണ്ടെന്നാൽ ചരകസൂത്രം എന്നാൽ ചെടികളിൽ നിന്ന് ചരകൻ മഹർഷിയോട് സംസാരിച്ചതായിട്ടാണ് ചരകസൂത്രം. ഓരോ ഇല, വേര്, തണ്ട് ഇതെന്നോട് പറഞ്ഞു. ഞാൻ അതിനെ സമീപിച്ചപ്പോൾ അവ എന്നോട് പറഞ്ഞു അവ എന്നോട് പറഞ്ഞു എന്നാണ് ചരകസംഹിത. വളരെ വളരെ കാലം മുമ്പാണ് ചരകൻ വരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അവരൊന്ന് AD-യിലല്ല BC-യിലാണ്. വാഗ്ഭടൻ തന്നെ അവസാനം വന്ന ആളാണ്. വാഗ്ഭടൻ 5-ൻ്റെയും 6-ൻ്റെയും ഇടയിലായിരിക്കും എന്ന് അനുമാനിക്കപ്പെടുന്നു. 135 വയസ്സിലാണ് വാഗ്ഭടൻ മരിക്കുന്നത്. വാഗ്ഭടൻ്റെതാണ് അഷ്ടാംഗ ഹൃദയം. ഇതാണ് ഈ കാണുന്നത്. അപ്പോൾ ത്രയോപസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന കാര്യമാണ് എന്ത്? 3 മനുഷ്യനെ നിലനിർത്തുന്ന അടിസ്ഥാനമായ 3 തൂണുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? ആഹാരം, ഭക്ഷണം. അത് വളരെ ശ്രദ്ധിക്കണം. അത് കഴിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നമില്ല. കഴിച്ചാലേ പ്രശ്നം. കഴിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നവും ഇല്ല. എന്ത് പ്രശ്നമുള്ളത്? ഞാൻ ഇന്നലെ അവസാനമായി ഭക്ഷണം കഴിക്കുന്നത് ഒരു 11:30 മണിക്ക്. സൈനും ഇല്ല ഇവിടെ, എൻ്റെ കൂടെ. ഇവിടുന്ന് 11 മണിക്ക് ഭക്ഷണം കഴിച്ചു. ക്ലാസ് കഴിഞ്ഞ് കുറച്ച് ആളുകൾ അവരെ കണ്ട് പിന്നെ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ല. എന്നിട്ട് എന്താ പറ്റി? എന്നിട്ട് പ്രസംഗിക്കല്ലേ. അപ്പം അന്ന് ഒരു 100-100 കിലോമീറ്റർ സുബഹി നിസ്കരിച്ച് യാത്ര ചെയ്ത് തിരിച്ചു വന്നു. എന്ത് പറ്റി? എന്താണ് പറ്റി? ഭക്ഷണം കഴിച്ചാൽ ഒരു ചുക്കുമരമുണ്ട്.
പക്ഷെ ഭക്ഷണം കഴിച്ച പ്രശ്നം. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്ത് നടന്നവർ എന്ന് പറഞ്ഞാൽ എൻ്റെ അങ്ങനെ ജീവിച്ച് അങ്ങനെ ജീവിക്കൂ. അങ്ങനെയാണ് ജീവിക്കുക. അത് മനുഷ്യൻ ചിന്തിക്കാത്തത് കൊണ്ടാണ്. എല്ലാവരും എല്ലാ മതങ്ങളിലും വലിയ മനുഷ്യർ ക്രമപ്പെടുത്തുന്നത് അവരുടെ ഭക്ഷണം. എല്ലാ മതങ്ങളിലും അങ്ങനെയാണ്. എല്ലാ മതങ്ങളിലും ഇപ്പം ഹിന്ദുമതം, ക്രിസ്തുമതം, ബുദ്ധമതം, ജൂതമതം, ഇതൊക്കെ നമ്മൾ ഇസ്ലാമിനെ പറ്റി പറയും വേണ്ടല്ലോ. 2 മാസത്തിലൊക്കെ ഒരിക്കൽ ഒരു വേവിച്ച ഭക്ഷണം കഴിക്കുന്ന ഈ അവസരമില്ലാത്ത സംഭവം അതെന്താ? അതിന് ഒരു പ്രോസസ്സിങ്ങാണ്. ഞാൻ ആദ്യകാലത്ത് അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു പ്രോസസ്സിങ്ങാണ്. ആ ബോഡിക്ക് അത്ര കരുത്തുണ്ടാവും. 2 മാസം ഒന്നും വേവിച്ച ഭക്ഷണമേ കഴിച്ചില്ല. അതൊരു ബോഡിയെ ശുദ്ധീകരിക്കുന്ന പ്രോസസ്സിങ്ങാണ്. അതൊരു നിറവാണ്, അതൊരു കുറവല്ല. നമ്മൾ കാണുമ്പോൾ അതൊരു കുറവാണ്, പക്ഷെ നിറവാണ്. അത് നിറവാണ്, കുറവല്ല. പിന്നെ എന്താ കഴിച്ചിരുന്നത്? എപ്പോഴെങ്കിലും ഒരു കാരക്ക കിട്ടിയാൽ ആ കാരക്ക ചീന്തി കഴിക്കും, കുറച്ച് വെള്ളം കുടിക്കും തന്നെ. അപ്പം ആരും കഴിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നം വരാൻ പോണില്ല, ഒന്നും വരില്ല. ആഹാരം കഴിച്ചാൽ പ്രശ്നമാണ്. 1 കഴിക്കുന്ന ആഹാരം ശ്രദ്ധിക്കണം. 2 കഴിക്കും പോലെ കഴിക്കണം. കഴിക്കുന്ന സാഹചര്യത്തെ ശ്രദ്ധിക്കണം, കഴിക്കുന്ന സ്ഥലത്തെ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരുപാട് ചേരുവകൾ ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അപ്പോൾ ചരകസംഹിത ഇവിടെ പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ത്രയോപസ്തംഭങ്ങൾ 3 അടിസ്ഥാനപരമായി മനുഷ്യാരോഗ്യത്തെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനം എന്നത് ആഹാരത്തിനാണെന്നാണ് പ്രധാനമായി. ഇത് തന്നെ വാഗ്ഭട മഹർഷി അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നുണ്ട്. ഇത് തന്നെ ഇസ്ലാമിക കൺസെപ്റ്റിൽ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ കഴിയും. സുമു തസിഹു, ഭക്ഷണം ഒഴിവാക്കുവീൻ, നിങ്ങൾക്ക് ആരോഗ്യം വർദ്ധിക്കും. പുണ്യ റസൂൽ. നിങ്ങൾ എത്രയും ഭക്ഷണം കുറക്കോ അത്രയും നിങ്ങൾക്ക് ഭക്ഷണം ഒഴിവാക്കി. സുമു തസിഹു, നോമ്പ് വിൽക്കാറിനാലും എന്താ? ഒരു മുറുക്ക് പോലെ ബിജുറാത്തി മായിൻ, ഒരല്പം വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക, ഒരല്പം വെള്ളം കൊണ്ട് നോമ്പ് അവസാനിപ്പിക്കുക. ഒരു കാരക്കേണ്ട ചീന്ത് കൊണ്ട് അവസാനിപ്പിക്കുക, ഒരല്പം വെള്ളം, വയറ് ശുദ്ധീകരിക്കും. അപ്പം ഇതൊക്കെ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. ഇപ്പം ഇന്നിപ്പോൾ ഓരോരുത്തർക്കും 8ഉം 10ഉം ഗുളികകളാണ്. ഈ ഗുളിക എന്ന് പറഞ്ഞാൽ കെമിക്കലാണ്. ഈ ഗുളിക എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ച് പഠിക്കുകയാണ് ഞാൻ. അതിന് വഴിയുണ്ട്. നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് ഗുളിക എത്ര ഗുളിക, ഇത് കെമിക്കലല്ലേ? ഇത് തനി കെമിക്കലല്ലേ? നിങ്ങളുടെ ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഈ ഗുളിക അടിസ്ഥാനപരമായി ബോഡിക്ക് ആവശ്യമാണെങ്കിൽ ഇത് ആദം കഴിക്കണ്ടേ? അലൈഹിസ്സലാം. അപ്പം നമ്മളായി വരുത്തി തീർത്ത ദോഷങ്ങൾ കൊണ്ട് നാം എക്സ്ട്രാ കഴിക്കുകയാണ്. മാനവ ചരിത്രത്തിൽ ഈ ഗുളിക ഇല്ല. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ഏഷ്യക്കാർ ഗുളിക കഴിക്കാൻ തുടങ്ങുന്നത്. അതിന് മുമ്പ് ഗുളികയില്ല. ഇന്നിപ്പോൾ ഗുളിക ഇല്ലാതെ കഴിയില്ല. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഏഷ്യക്കാർ ഇഞ്ചക്ഷൻ വെക്കാൻ തുടങ്ങിയത്, ഗുളിക കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആദമ ഇഞ്ചക്ഷൻ ഇല്ല. എത്ര കാലമാണ് ആദം ജീവിച്ചത്? 1000 വർഷം. ആദിമ മനുഷ്യൻ സയ്യിദുന ആദം. ആദമിനെ ഒരു മതത്തിന് ഒഴിവാക്കാൻ കഴിയും. എല്ലാ മതത്തിലും ആദമുണ്ട്. നോഹ എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും 1000 വർഷം അവരും ജീവിച്ചിട്ടുണ്ട്. ഒരു ഇഞ്ചക്ഷൻ ഇല്ല, ഒരു ഗുളികയേ ഇല്ല. അപ്പോൾ ഇന്നിപ്പോൾ 8ഉം 10ഉം ഗുളിക കുടിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? എന്താ? നമ്മൾ കാട്ടിക്കൂട്ടി തോന്നിയാസം. ഇത് നമ്മൾ ചതിയിൽ പെട്ടുപോയതാണ്. ഇത് മനസ്സിലാക്കണം. ഈ ഗുളിക ഒഴിവാക്കണം. ഇത് എക്സ്ട്രായാണ്. കാരണം ഇത് ജീവിതത്തിൻ്റെ ഒരു അനിവാര്യതയല്ല. ജീവിതത്തിൻ്റെ അനിവാര്യതയാണെങ്കിൽ അതെന്നും അങ്ങനെ വേണ്ടേ? ഇല്ലല്ലോ.
ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വർഷങ്ങൾ മനുഷ്യരാശി ഗുളികയും ഇഞ്ചക്ഷനും ഇല്ലാതെ ജീവിച്ചു പോകുന്നു. നമ്മളെ നാട്ടിലൊക്കെ പോയി പറയട്ടെ, ഒരു ആശുപത്രി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അവർക്ക് അങ്ങനെ ഭംഗിയായി ജീവിക്കാൻ കഴിഞ്ഞു എന്നത് അവർ അവരുടെ ആഹാരത്തെ സന്തുലിതപ്പെടുത്തി എന്നതുകൊണ്ട് മാത്രമാണ്. അപ്പം നമ്മളിവിടെ പഠിക്കുകയാണെങ്കിൽ കുറേ പൈസ ഉണ്ടാകാനല്ല പഠിക്കേണ്ടത്, കച്ചവടം ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്ന് എന്താ പറയുക, ഡയാലിസ് സെൻ്ററുകൾ ഉണ്ടാക്കുന്നതിലാണ് മതസംഘടനകളും വരെ അധ്വാനിക്കുക. എല്ലാവർക്കും ഇന്ന് ഡയാലിസ് സെൻ്റർ ഉണ്ടാക്കുക. അതൊരു മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഡയാലിസ് സെൻ്റർ ഇല്ലാതാകാൻ എന്താണ് വഴി? ഇതാണ് സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. തരൂല. ബഹുമാനപ്പെട്ട യാസർ സാർ, അദ്ദേഹം ഫ്രാൻസ്, ഏകദേശ ജീവിതത്തിൽ മുഴുവൻ യൂറോപ്പാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിനൊരു വിലയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആയുസ്സിൻ്റെ വലിയൊരു ഭാഗം യൂറോപ്പാണ്. അദ്ദേഹം ഫ്രാൻസിലാണ് വലിയൊരു കാലഘട്ടം ഫ്രാൻസിൽ ജീവിച്ചതാണ്. ഇപ്പോൾ പോർച്ചുഗലില്ല. അപ്പം അദ്ദേഹം പറഞ്ഞിപ്പോൾ ഈ ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ കേൾക്കാത്തവർക്ക് കൂടിയാണ് എന്ന് പറയുന്നത്. യൂറോപ്പിൽ വളരെ ബുദ്ധിമുട്ടി നമ്മുടെ ഒരു ആശുപത്രി അത്യാവശ്യ ഘട്ടത്തിൽ ചെന്നാൽ പോലും പരമാവധി അവർ ഒരു ഗുളിക തരൂല. ഇല്ല, അങ്ങനെയല്ലേ പറഞ്ഞത്? പരമാവധി ഒരു ഗുളിക അവർ തരൂല. അവർ ഗുളിക കയറ്റിവിടും ഏഷ്യൻ രാജ്യങ്ങളിലേക്ക്. ഏഷ്യക്കാർ ഈ ചതിയിൽപ്പെട്ടു. നമുക്ക് ഗുളിക അല്ലാതെ ജീവിക്കാനേ കഴിയില്ല. അവർ ഗുളിക തരൂല, ഗുളിക ഉപയോഗിക്കൂല, അവർ ഇഞ്ചക്ഷൻ ഉപയോഗിക്കൂല, അവർ ഗുളിക ഉപയോഗിക്കൂല. നമുക്ക് 500 മുതലേ നമുക്ക് തുടങ്ങുന്നുള്ളൂ. ഒരു ആൻറ്റിബയോട്ടിക് ഗുളിക തരൂല. അദ്ദേഹം പറഞ്ഞത് ഒരു നിർബന്ധ ഘട്ടത്തിൽ അദ്ദേഹം ഫ്രാൻസിലാണ് വലിയൊരു കാലം ജീവിച്ചത്. ഇപ്പോൾ പോർച്ചുഗലില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് യൂറോപ്പിൽ നിന്ന് വന്നതാണ്. വീണ്ടും തിരിച്ചു പോവുകയാണ്. ഈ കഴിഞ്ഞ ക്ലാസ്സിലുണ്ട്, ഇന്നലത്തെ ക്ലാസ്സിലുണ്ട്. അപ്പം അദ്ദേഹം പറയാണ്, ഒരു പാരസെറ്റമോൾ നിർബന്ധ സാഹചര്യത്തിൽ ഒരു പാരസെറ്റമോൾ കുടിക്കേണ്ട അത്യാവശ്യം വന്നാൽ പരമാവധി 250 mg ഉണ്ടാവില്ല. നമുക്കോ 40-500 അപ്പുറത്തേക്ക് നമ്മൾ തുടങ്ങുക. നമ്മൾ ചിന്തിക്കണം, യാതൊരു ബോധവും നമുക്കില്ല. നമ്മൾ ആരോഗ്യ വകുപ്പാണ് അഴിച്ചു പണിയേണ്ടത്. ഒന്നും വിചാരിക്കരുത്. നമ്മൾ ആരോഗ്യ വകുപ്പ് അഴിച്ചു പണിയുക തന്നെ വേണം. അപ്പം അത് മനുഷ്യൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞ കാര്യത്തെ ഗൗരവമായി ചിന്തിക്കുക. നമ്മുടെ ആഹാരം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ രോഗം ആരോഗ്യം ഇത് ആഹാരവുമായി മാത്രം ബന്ധപ്പെട്ട ഏത് കാലത്തെ മനുഷ്യനും ഭക്ഷണം കഴിച്ച്, മരുന്നല്ല, ഭക്ഷണമാണ് കഴിച്ച്. ഭക്ഷണം കൃത്യമായി അതിൻ്റെ കൃത്യതയിൽ കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം മതി. എന്തിനാ വേറൊന്ന്? ഭക്ഷണം എമ്പാടുമാണ്. ആഹാരമാണ് ഏറ്റവും വലിയ മരുന്ന്. ആഹാരമാണ്. കാശ്യപ സംഹിതയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഭരദ്വാജ മുനിയും അതേപോലെ കാശ്യപൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട അവരുടെ സംഹിതകൾ, അവരുടെ തത്വോപദേശങ്ങളിൽ മഹാഭൈഷജ്യം എന്നാണ് ഭക്ഷണത്തെ വിശേഷിപ്പിച്ചത്. മഹാഭൈഷജ്യം, ഏറ്റവും വലിയ മരുന്ന് മഹാഭൈഷജ്യം എന്നാണ് കാശ്യപ സംഹിതയിലുള്ളത്. മഹാഭൈഷജ്യം എന്നാൽ ഏറ്റവും വലിയ മരുന്നാണ്. എന്ത്? ആഹാരം. മനസ്സിലായില്ല? ആഹാരമാണ് ഏറ്റവും വലിയ മരുന്ന്. ആഹാരമാണ്. അപ്പോൾ ആഹാരത്തെ ക്രമപ്പെടുത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗം ഉണ്ടാവില്ല. ആഹാരത്തെ ക്രമപ്പെടുത്താൻ കഴിയണം. ആഹാരത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് മഹാഭൈഷജ്യം എന്നാണ് ഭരദ്വാജ മുനിയുടെയും കാശ്യപൻ്റെയും ഒക്കെ സത്വോപദേശങ്ങളിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ കാശ്യപ സംഹിതയിൽ നിന്ന് ഹെന്നാദ് പരമം
കിഞ്ചിത് ഭൈഷജ്യം ഉപലഭ്യതേ ശക്യതേ ഭിഷജാകർത്തും ഔഷധൈഃ കേവലൈ വിനാ. ആഹാരത്തെക്കാൾ വലിയൊരു മരുന്ന് ഈ ലോകത്ത് വേറെയില്ല. കാശിപൻ പറയാണ്, ആഹാരത്തെക്കാൾ വലിയൊരു മരുന്ന് ഈ ലോകത്ത് വേറെയില്ല. കൃത്യമായ ആഹാരക്രമം പാലിച്ചില്ലെങ്കിൽ, കൃത്യമായ ആഹാരക്രമം പാലിച്ചില്ലെങ്കിൽ കേവല ഔഷധങ്ങൾ കൊണ്ട് ഉന്നതനായ ഒരു വൈദ്യനെ പോലും ഒരാളെ സുഖപ്പെടുത്താൻ കഴിയില്ല. ഇതാണ് കേശവ സംഹിതയിൽ നിന്ന് ഇപ്പോൾ വായിച്ചതിൻ്റെ സാരം. അതായത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആഹാരത്തിലാണ്. നിങ്ങൾക്കൊരു രോഗം വന്നാൽ പോലും ആഹാരം കൃത്യമാണെങ്കിൽ രോഗം വരില്ല. പിന്നെ മരിക്കാൻ രോഗം സ്വാഭാവികമായി മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഉണ്ടാകണം. മനുഷ്യന് ബോഡിക്ക് ഒരു സമയം കഴിഞ്ഞാൽ ബോഡി പിന്നെ തളർന്നു പോകണം. ഇത്ര നല്ല തെങ്ങാണെങ്കിലും കുറച്ച് 20, 35, 45 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അതിന് തളർച്ച വരും. എന്നതുപോലെ പിന്നെ അത് ക്ഷയിക്കും, പിന്നെ അത് ഉണങ്ങും. അത് സ്വാഭാവികമാണ്. അതൊരു രോഗമല്ല, അതൊരു അനിവാര്യതയാണ്. നിങ്ങളിപ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു കാലം വന്ന് കഴിഞ്ഞവരല്ല. ഒരു 10, 50, 60 താഴെയുള്ളതാണ് ഏകദേശമൊക്കെ ആളുകൾ. നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ രോഗികളാണ്. എന്താ പ്രശ്നം? ആഹാരം നമ്മൾ ശ്രദ്ധിച്ചതേയില്ല. അപ്പം എന്താ ഇവിടെ കാശവ സംഹിതയിൽ പറയുന്നത്? ജ്ഞഹ്യന്നാട് പരമം കിഞ്ചിത് ഭൈഷജ്യം, ഞാൻ ഭൈഷജ്യം മഹാഭൈഷജ്യം എന്ന് പറഞ്ഞു. ഉപലഭ്യതേ ശക്യതേ പിശജാകർത്തും ഔഷധൈഃ കേവലൈർ വിനാ. ഒരു മനുഷ്യന് കൃത്യമായ ആഹാരം അയാൾ പാലിച്ചാൽ അതിനേക്കാൾ വലിയൊരു മരുന്ന് ഇനി അയാൾക്ക് വേറെയില്ല. ഇപ്പം രോഗത്തിനാണെങ്കിൽ രോഗത്തിനൊരു മരുന്ന്, ആഹാരമുണ്ട്. എന്താ രോഗത്തിൻ്റെ ആഹാരം? ആഹാരം ഉപേക്ഷിക്കൽ. രോഗത്തിൽ ആഹാരം കഴിക്കുന്ന ഒറ്റ ജീവി മനുഷ്യനാണ്. ഒരു ജീവിയും രോഗത്തിൽ ആഹാരം കഴിക്കൂല. അപ്പം ആഹാരം നല്ലതല്ല എന്ന് രോഗം നമ്മെ പഠിപ്പിക്കും. അപ്പോൾ നല്ല രോഗമുണ്ടെങ്കിൽ, രോഗം കലശലാണെങ്കിൽ നാവിൽ ഒരു കയ്പ് വരുമല്ലേ? പറയൂ, വരുമല്ലേ? എന്താ ഇതിൻ്റെ അർത്ഥം? അതിനൊരു അർത്ഥമുണ്ട്. എന്താർത്ഥം? ഒന്നും ഇനി അങ്ങോട്ട് വേണ്ട, കഞ്ഞി വരെ കുടിക്കണ്ട. നമ്മൾ ആ സമയത്ത് മനസ്സിലായില്ല, മറ്റേ എന്താ പറയുക, നമ്മളുടെ അടുത്ത് തൊട്ടുകൂട്ടുന്നത് എന്താ പറയുക, അച്ചാറെങ്കിലും കൂട്ടിയിട്ട് തിന്നു. നാവിൻ്റെ ആ കയ്പ് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അച്ചാർ കൂട്ടും. അത് പടച്ച തമ്പുരാൻ എൻ്റെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. എന്ത്? ഈ കയ്പ് ഇപ്പം നിനക്ക് വേണ്ട. ഒരു പക്ഷി, ഒരു മൃഗം, ആ മൃഗത്തിന് രോഗമാണെങ്കിൽ അവിടെ കിടക്കും. സിംഹം രോഗമാണെങ്കിൽ അവിടെ കിടക്കും. ആന രോഗമാണെങ്കിൽ അവിടെ കിടക്കും. പക്ഷികൾ രോഗമാണെങ്കിൽ അങ്ങനെ കിടക്കും. പിന്നെ ആ രോഗം മാറും, എണീറ്റ് പോവുകയും ചെയ്യും. ആരാ അതിനൊക്കെ ചികിത്സിക്കുന്നത്? അബുൽ കലാം ആസാദും നെഹ്റുവും കൂടെ രണ്ടാളും ലാഹോറിലാണോ എന്ന് എൻ്റെ ഓർമ്മ, ഞാൻ ഓർമ്മയെന്ന് പറയാണ്, ജയിലിൽ കിടന്ന ഒരു സംഭവമുണ്ട്. ജയിലിൽ കിടന്നപ്പോൾ ഒരു പക്ഷിക്കുഞ്ഞ്, അവരുടെ സെല്ലിൻ്റെ മുന്നിൽ ഒരു പക്ഷിക്കുഞ്ഞ് വീണു. എന്നിട്ട് അതിന് പറക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ നേരം വെളുക്കുന്നത് വരെ അതത് അവിടെ ഒച്ചുണ്ടാക്കി അങ്ങനെ കിടന്നു. നേരം വെളുത്തപ്പോൾ അബുൽ കലാം ആസാദ് എന്തെങ്കിലും അതിനൊരു മരുന്ന് വെച്ച് കെട്ടണമോ എന്ന് ആലോചിച്ചു. അപ്പോൾ നെഹ്റു തടഞ്ഞു. വേണ്ട, നിങ്ങളിവിടെ ഉണ്ടായതുകൊണ്ടല്ലേ, നിങ്ങളില്ലെങ്കിൽ അതെന്താ ചെയ്യുക? മനസ്സിലായില്ല. നിങ്ങളിവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ മരുന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നിയത്. നിങ്ങളില്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ പക്ഷി ലോകത്തെല്ലായിടത്തും ഉണ്ടല്ലോ, അവിടെ ആരാ മരുന്ന് വെച്ചിട്ടുണ്ട്? എന്താ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിൽ വന്നപ്പോൾ തള്ളപ്പക്ഷി അതിനെ കൊക്ക് കൊണ്ട് വലിച്ചു കൊണ്ടിട്ട് വെയിലത്തിട്ടു. വെയിൽ മാറുന്നതിനനുസരിച്ച് ഈ തള്ളപ്പക്ഷി അതിനെ മാറ്റിയിട്ടു. വൈകുന്നേരമായപ്പോൾ അത് പറന്നിട്ട് കൂട്ടിലേക്ക് കയറുകയും ചെയ്തു. ഏത്? ഈ ചെറിയ പക്ഷിക്കുഞ്ഞ്. അപ്പോൾ വെയിൽ കുറച്ച് നേരം ഭക്ഷണമൊന്നും കഴിക്കാതെ അതവിടെ കിടന്നപ്പോൾ സ്വാഭാവികമായി ഒരു പ്രോസസ്സിങ്ങിൽ വന്നു. ആ ബോഡി സ്വയം അവിടെ എന്ത് ചെയ്യും? ആരോഗ്യത്തെ ഉൽപ്പാദിപ്പിക്കും. ബോഡിക്ക് സ്വയം, അത് എല്ലാ ബോഡിക്കും ഉണ്ട്.
ഇപ്പം നമ്മൾ ഈ മനുഷ്യന്മാർ മാത്രമാണ് ഇപ്പോൾ ഈ ചികിത്സിക്കുന്നത്. ഈ പനി ഇല്ലാത്തൊരു ഒരു ജീവി ഇല്ലല്ലോ. എല്ലാ ജീവിക്കും പനിയുണ്ട്. ആരെ പാരസെറ്റമോൾ കുടിക്കണം? മനുഷ്യനല്ലാതെ. ആനക്കില്ലേ പറയടൂ, നിങ്ങൾ ഇവിടുന്ന് കാട്ടിലുള്ള ആനക്ക് പാരസെറ്റമോൾ കയറ്റി വിടലുണ്ടോ? സിംഹത്തിന് ഏതൊക്കെ ജീവികളുണ്ട്? കോടാനക്കോടി സ്പീഷീസുകൾക്ക് ആരവിടെ ചികിത്സിക്കണത്? അതൊക്കെ ബോഡി സ്വയം പ്രൊഡ്യൂസ് ചെയ്യും. ഒന്നിൻ്റെ ആവശ്യം തന്നെ അല്ല, ഒന്നും വേണ്ട. അപ്പൊ ചുരുക്കത്തിൽ എന്താ പറഞ്ഞതെന്നാൽ, നമ്മൾ ശുദ്ധമായി ഭംഗിയായി വൃത്തിയായി ശ്രദ്ധിച്ച് ഞാൻ പറയാം, രോഗത്തിന് രോഗകാലം എന്ന് പറയുമ്പോൾ രോഗകാലത്തെ ഭക്ഷണമാണ് എന്ത്? ഭക്ഷണം ഇല്ലായ്മ. ഭക്ഷണം കഴിക്കാതിരിക്കുക, വേണമെങ്കിൽ വെള്ളം കുടിക്കുക, വെള്ളം വേണമെങ്കിൽ കുടിക്കുക, ഭക്ഷണം വേണമെങ്കിൽ കഴിക്കുക. ബോഡി പറയാണ് ഭക്ഷണം വേണ്ട. രോഗകാലത്ത് ബോഡി പറയുന്നത് ഭക്ഷണം വേണ്ടെന്നാണ്. എന്നിട്ട് നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുക, വേണ്ട. വെള്ളം, ഇപ്പം ചില ഡോക്ടർമാർ ഉപദേശിക്കും 5 ലിറ്റർ വെള്ളം കുടിക്കണം. 5 ലിറ്റർ വെള്ളം ഈ ഭൂമിയിൽ എല്ലാവരും കുടിച്ചാൽ എന്താ അവസ്ഥ? എല്ലാ ബോഡി ഒരുപോലെയാണ്. ഇവരെ കിഡ്നി അടിച്ചു പോകാൻ അത് മാത്രം മതിയോ? ചില ആളുകളുണ്ട്, അവർ നേരം ഇവിടുത്തെ വെള്ളത്തോട് വെള്ളം കൂടി തന്നെ. വെള്ളം എന്നത് നിന്റെ ബോഡി ആവശ്യപ്പെടുമ്പോൾ കുടിക്കാനുള്ളതാണ്. എന്ത്? അത് പറ വെള്ളം. ഭക്ഷണം നിന്റെ ബോഡി ആവശ്യപ്പെടുമ്പോൾ കഴിക്കാനുള്ളതാണ്. എന്ത്? അതാ ഭക്ഷണം. ബോഡി ആവശ്യപ്പെടുമ്പോൾ ഭക്ഷണം കഴിക്കുക, ബോഡി ആവശ്യപ്പെടുമ്പോൾ വെള്ളം കുടിക്കുക, അതന്നെ. അപ്പൊ ഈ ആഹാരത്തെ ഓരോ അവസ്ഥയിലും എന്നും ഒരു കാലമല്ല, ഒരുപോലെയല്ല. അത് കൃത്യപ്പെടുത്താൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അതാണ് ആരോഗ്യം. ഇതൊന്നും ഇല്ലാതെ ഒരാൾക്ക് രോഗം വന്നാൽ ഇവിടേക്ക് മടങ്ങണം, ഈ അവസ്ഥയിലേക്ക് മടങ്ങണം, ആഹാരത്തെ കൃത്യപ്പെടുത്തണം. ഇല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും മഹാനായ ഒരു ഭിഷഗ്വരന് പോലും നിങ്ങളെ സുഖപ്പെടുത്താൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നമ്മളിന്ന് ഗുളിക കുടിക്കും, ശരിയാണ്, പക്ഷെ ആഹാരത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. വീട്ടിൽ വെച്ച ബിരിയാണി രോഗിയും കഴിക്കും, ആണോ അല്ലേ? പറ 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 അതിന് മുമ്പ് ഒരു ഗുളിക കുടിക്കും, ഭക്ഷണം കഴിക്കുന്ന മുമ്പ് ഒരു ഗുളിക കുടിക്കും. ഇപ്പം ഷുഗർ രോഗിയാണ്, അവൻ ഭക്ഷണം കഴിക്കുന്ന മുമ്പ് ഒരു ഗുളിക കുടിക്കും. ഗുളിക കുടിച്ച പിന്നെ എത്രയും തിന്ന. അപ്പം ഇത് നമുക്ക് നിയന്ത്രിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ലാതെ വരും. ചിന്തിക്കണം. ഔഷധം വേണ്ടി വരാത്ത അവസ്ഥ ഒരു മനുഷ്യനുണ്ടാകണം. ആഹാരം കൊണ്ട് തന്നെ അത് നേടാൻ മനുഷ്യന് കഴിയണം. ഞാൻ വൈദ്യരത്ന സംഹിതയിൽ നിന്ന് വായിക്കാം. പഥ്യേ സതി ഗതാർത്ഥസ്യം കിം ഔഷധ നിഷേവണയഃ പഥ്യേ അസതി ഗതാർത്ഥസ്യ കിം ഔഷധ നിഷേവണയഃ. വൈദ്യരത്ന സംഹിതയിൽ നിന്നാണ് വായിച്ചത്. ഒരു രോഗി കൃത്യമായ പഥ്യാഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റ് ഔഷധങ്ങളുടെ ആവശ്യമില്ല. ഒരു രോഗി കൃത്യമായ പഥ്യാഹാരം, അയാൾക്ക് ആവുന്നത്, അയാൾക്ക് യോജിച്ചത്, അയാളുടെ രോഗത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് അങ്ങനത്തെ ഒരു ആഹാരമാണ് അയാൾ കഴിക്കുന്നതെങ്കിൽ പിന്നെ കുറഞ്ഞ കാലമാണ് കഴിഞ്ഞാൽ മതി, അയാളെ രോഗം മാറും, പ്രകൃതി സ്വയം മാറ്റും. അയാൾക്ക് പിന്നെ മറ്റൊരു മരുന്നിൻ്റെ ആവശ്യം ഇല്ല. ഒരു രോഗി കൃത്യമായ പഥ്യാഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റ് ഔഷധങ്ങളുടെ മരുന്നുകളുടെ ആവശ്യമില്ല. കാരണം ഭക്ഷണം തന്നെ അയാളെ സുഖപ്പെടുത്തും. നേരെ മറിച്ച് അസതി ഗതാർത്ഥസ്യ കിം ഔഷധ നിഷേവണയഃ. നേരെ മറിച്ച് ഒരു രോഗി പഥ്യാഹാരം കഴിക്കുന്നില്ലെങ്കിലോ മോശമായ ഭക്ഷണമാണ്. മോശമായ ഭക്ഷണം എന്നാൽ അതിൻ്റെ അർത്ഥം മോശമായ ഭക്ഷണം എന്നല്ല, അയാൾക്കത് മോശമാണ്. ഇപ്പം മോശം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ഒരു ഭക്ഷണം ഫിറ്റാണെങ്കിൽ വേറൊരു നാട്ടിൽ ആ ഭക്ഷണം ഫിറ്റാവില്ല. ചേന, ചേമ്പ്, താള്, മുരിങ്ങ, മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഇതിപ്പോൾ നമ്മളെ നാട്ടിലെ ഭക്ഷണം. ഹംബർഗർ, ഹോട്ട് ഡോഗ് യൂറോപ്പിൻ്റെ ഭക്ഷണം,
അത് നമ്മൾ കഴിക്കരുത്, നമുക്ക് ദോഷമാണ്. അത് നമുക്ക് കഴിക്കാനുള്ളതല്ല. ബ്രോസ്റ്റഡ് അത് നമുക്ക് കഴിക്കാനുള്ളതല്ല. നമുക്ക് ആയുസിൽ അങ്ങനെ ഒരു ബ്രോസ്റ്റഡ് കഴിക്കുന്നതിൽ തെറ്റില്ല. അത് നമ്മളെ ഭക്ഷണമല്ല. ഹംബർഗർ നമ്മളെ ഭക്ഷണമല്ല. നമ്മുടെ ഭക്ഷണം ചേനയാണ്. ചേന കഴിക്കുക. ചേന കൊണ്ട് ആയിരക്കണക്കിന് നന്മ ഉണ്ടാക്കുന്ന സാധനം ചേന. ഒരു സദസ്സിലൊന്ന് കൈപൊക്കിയെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിലൊരിക്കലെങ്കിലും ചേന കഴിച്ചവരുന്ന് നമ്മളെ കൂട്ടത്തിലില്ല. അതേസമയത്ത് ഹംബർഗർ നില കഴിച്ചിട്ടുണ്ടോ? അത് നമ്മളെ ഭക്ഷണമല്ല. ഹംബർഗർ നമ്മളെ ഭക്ഷണമല്ല. റോസ്റ്റ് നമ്മളെ ഭക്ഷണമല്ല. ഒരു ദേശത്തിനൊരു ഭക്ഷണമുണ്ട്, അത് വേറെ ദേശത്ത് കഴിക്കാൻ പറ്റൂല. ഒരു കാലത്ത് ഒരു ഭക്ഷണമുണ്ട്. ഒരു കാലം ഇപ്പം ശീതകാലത്തിൻ്റെ ഭക്ഷണം. ഇപ്പോൾ ഉദാഹരണം മെയ് മാസത്തിന് ഒരു 15 കൂടി നമ്മുടെ നാട്ടിൽ മഴ വന്നു. മഴ വന്നാൽ വേറെ ഭക്ഷണമാണ്. മഴ വന്നാൽ വേറെ ഭക്ഷണമാണ്. വേനലിൽ വേറെ ഭക്ഷണം. നമുക്ക് തന്നെ കഴിക്കാൻ പറ്റൂല. ഉദാഹരണം പറയാം, മുരിങ്ങൻ്റെ ഇല. മുരിങ്ങൻ്റെ ഇല നല്ല മഴ പെയ്യുന്ന സമയത്ത് മുരിങ്ങൻ്റെ ഇല കഴിക്കണമെങ്കിൽ നല്ല പോലെ അധ്വാനിക്കണം, അല്ലെങ്കിൽ കഴിച്ച പോലെ തിരിച്ചു വരും. വളരെ എനർജി ഓടുകൂടി ദഹിക്കുന്ന ഒരു സാധനമാണ് എന്ത്? മുരിങ്ങയുടെ ഇല. മുരിങ്ങയുടെ ഇല കഴിക്കണം. ഏറ്റവും ഔഷധ ഗുണമുള്ള ഭക്ഷണമാണ് മുരിങ്ങയുടെ ഇല. പക്ഷെ അവന് എന്ത് ചെയ്യണം? പണിയെടുക്കണം. വേനൽക്കാലത്ത് പറ്റും, മഴക്കാലത്ത് മുരിങ്ങൻ്റെ ഇല പ്രശ്നമാണ്. പറ്റും, പണ്ടത്തെ ആളുകൾക്ക് പറ്റും. എന്തുകൊണ്ട് പറ്റും? അവർക്ക് എന്തുണ്ട്? അധ്വാനമുണ്ട്. പിന്നെ മുരിങ്ങ പറ്റുന്നൊരു പണിയുണ്ട്. മുരിങ്ങ ഉണക്കിയിട്ട് പൊടിക്കുക, എന്നിട്ട് അല്പാൽപ്പം ചേർക്കുക. എത്രയോ നാടുകളിൽ മുരിങ്ങ അങ്ങനെ ചെയ്യുന്ന നാടുകളുണ്ട്. നമ്മൾ ഈ മുരിങ്ങയെ പറ്റി വേറൊരു ക്ലാസ് എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നീട് ചെയ്യാം. മുരിങ്ങ ശ്രദ്ധിക്കണം. മുരിങ്ങ വളരെ ആരോഗ്യം ഉണ്ടാക്കുന്നൊരു ഭക്ഷണമാണ്. പക്ഷെ കഴിക്കുന്നിടത്ത് പഴയ കാലത്തെ ഒരു അവസ്ഥ നമുക്കില്ല. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. പണ്ട് നല്ലോണം അധ്വാനിക്കും. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ പാടത്തെ വരമ്പത്തിരുന്ന് ചോറ് കഴിക്കും. മുരിങ്ങയും പരിപ്പും മുരിങ്ങയും പറ്റും. കാരണം എന്ത് ചെയ്യുന്നുണ്ട്? അധ്വാനിക്കുന്നുണ്ട്, ഭയങ്കര അധ്വാനിക്കുന്നുണ്ട്. ഇന്ന് അധ്വാനം എന്നൊരു സംഗതി നമുക്കില്ല. അവര് മഴ പെയ്യുമ്പോൾ വിയർക്കും. നമ്മൾ ചൂടുകാലത്ത് വിയർക്കണില്ല, നമ്മൾ എ സിയിലായിരിക്കണ്. നമുക്ക് മഴക്കാലത്ത് എ സിയാണ്. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും ആമാശയത് ഉൾക്കൊള്ളൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായപ്പോൾ ഒരു കാലത്തിനൊരു ഭക്ഷണമുണ്ട്, അത് വേറെ കാലത്ത് പറ്റൂല. ഓരോ കാലത്തെ ഭക്ഷണങ്ങൾ വേറെ വേറെയാണ്. ഇപ്പം രാവിലത്തെ ഭക്ഷണം, രാവിലെ ഒരു ശീതോഷ്ണമായ ഒരു തണുപ്പൊക്കെ ഉള്ള സാഹചര്യം. അപ്പോഴത്തെ ഭക്ഷണവും ഉച്ചക്കത്തെ ഭക്ഷണം രണ്ടാണ്. നമ്മുടെ രീതി തന്നെ പണ്ട് അങ്ങനെയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം.